Greetings to you all in the precious name of our Lord and Savior Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിച്ചുകൊള്ളുന്നു. I thank my God for enabling us once again to be in so much of health that we could once again come into the presence of God and sit at His feet to learn from Him. കർത്താവിന്റെ കാൽപാദത്തിൽ ഇരുന്നുകൊണ്ട് എല്ലാവർക്കും ആരോഗ്യത്തോടു കൂടെ ഇന്ന് വീണ്ടും കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. As we heard some time back, the situation in our state is very bad. നമ്മളിപ്പോൾ കേട്ട പോലെ നമ്മുടെ സംസ്ഥാനത്തെ സ്ഥിതി അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. And as the only people who have access to the throne of grace, it is our duty to intercede on behalf of our state, on behalf of our nation, and on behalf of the world. കൃപാസനത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് മാത്രം വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമേ പ്രവേശനം ലഭിച്ചിട്ടുള്ളത് കൊണ്ട് നാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ചെയ്യേണ്ടത് എത്രയോ അനിവാര്യമാണ്. May we never neglect that duty that we have. So we need to have more time that we spend as individuals and collectively as an assembly to pray for the people around us. അതുകൊണ്ട് വ്യക്തിപരമായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഉത്തരവാദിത്വം സഭയായ വ്യക്തികളായി സമയം കൂടുതൽ എടുത്ത് കർത്താവിനോട് അപേക്ഷിക്കുവാനും മധ്യസ്ഥ വഹിക്കുവാനും ദൈവം നമ്മളെ ഇടയാക്കട്ടെ. We generally pray more naturally for people whom we know and people who are acquainted to us. നമുക്ക് അറിയാവുന്ന നമ്മുടെ പരിചയ വലയത്തിലുള്ളവരെയൊക്കെയാണ് നാം കൂടുതലും പ്രാർത്ഥനയിൽ ഓർക്കാറുള്ളത്. That is true, but the bottom line is, even if the believers die, they still go to heaven. നമുക്കറിയാം വിശ്വാസികൾ മരിച്ചാൽ പോലും സ്വർഗത്തിലേക്ക് ഒരു പ്രവേശനം അവർക്കുണ്ട്. But there are millions around us, there are thousands around the world who, if they come across or if they die because of COVID, they have no eternity before them. എത്രയോ No hope ലക്ഷങ്ങൾ for eternity. എത്രയോ ആയിരങ്ങൾ ഈ കോവിഡ് മുഖാന്തരം മരിച്ചു പോയാൽ നിത്യമായ നാശത്തിലേക്ക് സ്വർഗത്തിലേക്ക് നിത്യതയിലേക്ക് പ്രവേശനം ലഭിക്കാതെ കടന്നു പോകുന്നു എന്ന് നാം പ്രത്യേകം ഓർക്കണം. So it is incumbent on us to really plead with our Heavenly Father on their behalf. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി വളരെ യാചിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കേണ്ടത് നമ്മുടെ അനിവാര്യതയും നമ്മുടെ ഉത്തരവാദിത്വവുമാണ്. Let us never forget that. അതൊരിക്കലും മറക്കുവാൻ നമുക്ക് ഇടയാകരുത്. By the grace of God, we have been studying for the past 4 weeks, I guess, from Shir Hashirim, the Song of Songs. ഷിർ ഹശ്രീമിൽ നിന്ന് കഴിഞ്ഞ 4 ആഴ്ചകളായി ഗീതങ്ങളിൽ അത്യുത്തമമായതിൽ നിന്ന് നമുക്ക് ധ്യാനിക്കുവാൻ ദൈവം ഇടയാക്കി. We saw in the first idyll that it was divided into 2 parts, communion desired and communion enjoyed. ഒന്നാമത്തെ ഇടലിൽ നാം കൂട്ടായ്മ ആഗ്രഹിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനിടയായി. For the past 3 weeks, we actually spent on the 3 desires that the bride has towards her beloved. മണവാട്ടിക്ക് തന്റെ പ്രാണപ്രിയനോടുള്ള 3 ആഗ്രഹങ്ങൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിക്കാൻ നമുക്കിടയായി. And we saw that it was so necessary on our part to have these same desires towards our beloved. നാം ഓർക്കുകയുണ്ടായി നമ്മുടെ പ്രാണപ്രിയനുമായി ഇതേ രീതിയിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകണമെന്ന് നാം ഓർക്കുകയുണ്ടായി. First is the desire to kiss me with the kisses of his mouth, or rather the desire for intimacy. അവന്റെ അധരങ്ങളാൽ നമ്മെ ചുംബിക്കുവാനും അവനോട് അകമഴിഞ്ഞ ബന്ധം പുലർത്തുവാനും നാം ആഗ്രഹിക്കണം. Second was the desire to draw me. രണ്ടാമതായുള്ള തന്റെ ആഗ്രഹം തന്റെ പ്രാണപ്രിയൻ തന്നെ തങ്കിലേക്ക് വലിക്കണം എന്ന് താൻ ആഗ്രഹിച്ചു. And the third desire, what we looked at last week, was tell me. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് എന്നോട് പറഞ്ഞു തരിക. And as an answer to that, we saw in verse 8, either the shepherd, or rather either the Solomon or the daughters of Jerusalem, they are saying, if thou know not, O thou fairest among the women, go thy way forth among the footsteps of the flock and feed thy kids beside the shepherd's tents. 8ാം വാക്യത്തിൽ അതിന്റെ മറുപടിയായിട്ട് നാം വായിക്കുന്നുണ്ട്, സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ ചുവട് തുടർന്നു ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. And we saw that there were 2 great instructions given to the lover about how she should take care of the sheep. തന്റെ ആടുകളെ എങ്ങനെ മേയ്ക്കണം എന്നുള്ളത്
ഈ ശൂലേംകാരത്തി അല്ലെങ്കിൽ ഈ മണവാട്ടിയോട് അവിടെ നിർദ്ദേശം കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. So the first instruction was to feed your kids beside the shepherd's tents. ഒന്നാമത് എനിക്ക് കിട്ടിയ നിർദ്ദേശം എന്ന് പറയുന്നത് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ നീ മേയ്ക്കുക. And that was, as we saw last week, a great thing that we are supposed to do. അത് നമ്മളെ സംബന്ധിച്ചും ചെയ്യേണ്ട വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. It is our responsibility to feed the people of God. നമ്മുടെ ഉത്തരവാദിത്തമാണ് ദൈവജനത്തെ പരിപോഷിപ്പിക്കുക എന്നുള്ളത്. And as under shepherds or co-workers together with him, that responsibility is there on our shoulders. അതുകൊണ്ട് മഹാ ഇടയനോടൊപ്പം നാം ഈ ഉത്തരവാദിത്തം നാം പങ്കുവെക്കുമ്പോൾ ആ ഉത്തരവാദിത്തം അതിന്റെ അനിവാര്യത നമ്മളിലേക്കും ചൂണ്ടിക്കാണിക്കും. A lot of youth ministry today is entertaining as its goal. ഇന്നത്തെ അനേകവിധമായ യൂത്ത് മിനിസ്ട്രികളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അവിടെ എന്റർടൈൻമെന്റ് ആണ്, അല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ ആസ്വാദന രീതിയിലാക്കണമെന്നാണ് ഇന്നത്തെ ലക്ഷ്യം. It is not feeding the lambs. അത് ആടുകളെ മേയ്ക്കണം എന്നുള്ള ലക്ഷ്യത്തോടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. It is not about entertaining both teenagers and trying to compete with the world to make spirituality more entertaining than the world. ലോകത്തോട് മത്സരിച്ച് ആത്മീയത സകലത്തെക്കാളും എന്റർടൈനിങ് അല്ലെങ്കിൽ ആസ്വാദകരമാകണം എന്നുള്ള രീതിയിൽ ഒരു മത്സര ബുദ്ധിയല്ല യൂത്ത് മിനിസ്ട്രികളിൽ നടക്കേണ്ടത്. And the only thing that we can offer is to feed. That is the only thing that can be really beneficial for them, is to feed them with the word of God. എന്നാൽ അവർക്ക് ഏറ്റവും പ്രയോജനം എന്ന് പറയുന്നത് ദൈവവചനത്താൽ തന്നെ അവരെ മേയ്ക്കുകയും അവരെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതുള്ളതാണ്. And we need to feed them correctly. അത് നന്നായി ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക We എന്നുള്ളതാണ്. need to feed them the meat of the word of God. ദൈവവചനത്തിലെ കട്ടിയായ കാര്യങ്ങൾ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. It is right to start with milk, but then we need to proceed to meat so that they will be strong and discerning in their spiritual life. വളരെ ലളിതമായ പാൽ പോലെയുള്ള ആ രീതിയിലുള്ള ആഹാരം കൊടുക്കുക എന്നുള്ളത് പ്രാധാന്യം അർഹിക്കുന്നതാണെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി വളർന്നു കഴിയുമ്പോൾ അവർക്ക് കട്ടിയായുള്ള ആഹാരം ദൈവവചനത്തിൽ കൊടുക്കേണ്ടത് അനിവാര്യതയാണ്. Under the Old Testament, when you were 12 years old, you were considered a son of the law who was fully responsible towards the law. പഴയ നിയമ കാലഘട്ടങ്ങളിൽ 12 വയസ്സ് തികഞ്ഞു കഴിയുമ്പോൾ ന്യായപ്രമാണത്തിന് കീഴിൽ ന്യായപ്രമാണ ബാധ്യസ്ഥനാണ് ആ ചെറുപ്പക്കാരൻ. But our teenagers, by the time they are 12 years old or 13 years old, they should be people who are fully responsible. So once our children come out of the Sunday school, they should be ready for the meat. They should be fully responsible believers. നമ്മുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം പഠനത്തിന് ശേഷം എങ്കിൽ പോലും അവർ പുറത്തു വരുമ്പോൾ കട്ടിയായുള്ള ആഹാരം കഴിക്കത്തക്കവണ്ണം ആരോഗ്യപരമായ ക്രിസ്ത്യാനികളായി, ഉത്തരവാദിത്വമുള്ള ക്രിസ്ത്യാനികളായി, വിശ്വാസികളായി വളർന്നു വരണം എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. Nowadays, even until you are 25, 27, you are still given a pass. ഇന്നത്തെ കാലഘട്ടത്തിൽ 25, 26, 27 വയസ്സാകുമ്പോൾ പോലും ഉത്തരവാദിത്തമില്ലാത്ത ജീവിതം നയിക്കുന്നവരെ നാം പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. We need to feed the lambs, and we need to make sure that we do a good job of feeding our kids beside the shepherd's tents. നാം ആട്ടിടയന്റെ കൂടാരത്തിനരികെ തന്നെ അവർക്ക് കട്ടിയായുള്ള ആഹാരം കൊടുത്ത് ഈ യുവതി യുവാക്കന്മാരെ പഠിപ്പിക്കുക എന്നുള്ളത്, മേയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. So now, in the will of God, we are not going to go as slow as we went for the first 8 verses. 8 വാക്യങ്ങളിൽ നാം പോയ ഒരു പേസിലല്ല ഇനി അങ്ങോട്ട് നാം പോകുന്നത്. You may find it good to hear that I have only 3 slides today. ഇന്ന് എനിക്ക് എല്ലാം കൂടെ 3 സ്ലൈഡേ ഉള്ളൂ. And we are desiring to finish verse 9 down to verse 15 at least. 9-ാം വാക്യം മുതൽ 15 വാക്യം വരെയെങ്കിലും ഇന്ന് തീർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. But let's see how the Spirit of the Lord leads us. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. Shall we just read Song of Songs, chapter 1, verse 9 to verse 14? Or rather, let's break it up. Let's read from verse 9 and to 11. Somebody has to read. Can you please help in reading? Yeah. എന്റെ പ്രിയെ, ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു.
നിന്റെ കവിൾത്തടങ്ങൾ രത്നാവലി കൊണ്ടും നിന്റെ കഴുത്ത് മുത്തുമാല കൊണ്ടും ശോഭിച്ചിരിക്കുന്നു. ഞങ്ങൾ നിനക്ക് വെള്ളിമണികളോട് കൂടിയ സുവർണ സർപ്പളി ഉണ്ടാക്കി തരാം. So, as I said before, the first 8 verses, or verses 2 to verse 8, they speak of the desire of the bridegroom towards her beloved, the desire for communion. 8 വാക്യങ്ങളിൽ മണവാട്ടി തന്റെ മണവാളനുമായി അകമഴിഞ്ഞ ബന്ധം ആസ്വദിക്കുവാൻ വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയായി നമുക്ക് കാണുവാൻ കഴിഞ്ഞു. And the greatest thing to know is whenever you desire communion, he always responds. ഇതിൽ ഏറ്റവും മഹത്വകരമായ കാര്യം, മണവാളന്റെ ആ അകമഴിഞ്ഞ ബന്ധം ആസ്വദിക്കാൻ മണവാട്ടി എപ്പോഴൊക്കെ ആഗ്രഹിക്കുന്നുവോ അപ്പോഴൊക്കെ അത് നൽകി കൊടുക്കുവാൻ മണവാളൻ സന്നദ്ധനാണ്. What a great beloved we have. എത്രയോ മഹത്വകരമായ ഒരു പ്രാണപ്രിയനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. And as I was reading these verses, I want you to notice very specifically one particular fact about the Lord Jesus, or about the beloved. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രാണപ്രിയനെ പറ്റി ഒരു കാര്യം ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. This is a thing that we know and we have heard from our childhood, but still we miss the sweetness of it. നാം നമ്മുടെ ചെറുപ്പകാലം മുതൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, എന്തെങ്കിലും അതിന്റെ മാധുര്യത നാം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. This is nothing new that I will tell you just now. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഏതെങ്കിലും പുതിയ കാര്യമല്ല. But I want you to notice the language that the beloved uses in communicating with us. മണവാട്ടി തന്റെ ആ സ്നേഹം മണവാളൻ തന്റെ ആ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഭാഷ നാം ശ്രദ്ധിക്കേണ്ടതാണ്. And it has so humbled me to realize as an application how much our beloved loves us. എന്തുമാത്രം നമ്മുടെ പ്രാണപ്രിയൻ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുകയും എന്നെ തന്നെ താഴ്ത്തുകയും ചെയ്തു. You see, we hear every Sunday, or rather we have heard from our childhood, that the Lord loved us, that God loves us, that Christ loved us, and all we have heard so often that we have lost the sweetness of it. പലപ്പോഴും നമ്മുടെ യൗവനപ്രായം മുതൽ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് കേട്ട് അതിന്റെ മാധുര്യത, അതിന്റെ ആഴം പലപ്പോഴും നാം ഓർക്കാതെ പോയിട്ടുണ്ട്. But how exquisite language the beloved uses to describe his bride, to talk to his bride, saying, I have compared thee, oh my love. എന്നാൽ എത്ര വൈശിഷ്ട്യമായ ഒരു ഭാഷയാണ് അവിടെ മണവാളൻ ഉപയോഗിച്ചിരിക്കുന്നത്. എന്റെ പ്രിയേ, എന്റെ പ്രാണപ്രിയേ. And it so humbles me to know that our God, our beloved, uses this sort of language. This is the sort of love, this is the sort of affection, that emotion that he has for each one of us. ഇതുപോലെയുള്ള സ്നേഹം ഓരോരുത്തരെയും വ്യക്തിപരമായി എന്റെ പ്രിയ എന്ന് വിളിച്ച് ആ സ്നേഹത്തിന്റെ പ്രദർശനം കാണിക്കുവാൻ സാധ്യമാകുന്ന നമ്മുടെ ഇടയൻ, നമ്മുടെ മണവാളൻ. We very often, the whole of the love of God, we package it and put it right in the few hours on the cross of Calvary, means almost every Sunday that we meditate. എല്ലാ ഞായറാഴ്ചയും ഞാൻ ധ്യാനിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം കേവലം ചില മണിക്കൂറുകളിൽ നാം ഒതുക്കി ക്രൂശിനോടനുബന്ധിച്ച് മാത്രം ചിന്തിച്ചു പോരാറുണ്ട്. Oh, but this affection and this love of this beloved is daily, and it is so deep, and it's so intimate with each and every one of us. എന്നാൽ ഈ പ്രാണപ്രിയന്റെ സ്നേഹം അത് എല്ലാ ദിവസവും എല്ലാ മണിക്കൂറും തന്റെ മണവാട്ടിക്ക് താൻ പറഞ്ഞു കൊടുക്കുകയും താൻ പ്രദർശിപ്പിക്കുകയും വികാരനിർഭരരായി തന്നെ നമ്മെ സ്നേഹിക്കുന്ന ഒരു മണവാളനാണ് നമുക്ക് സ്വർഗത്തിലുള്ളത്. When we look at the television, the movies and all that is there, the sort of lies that they propagate concerning love, but I would say this, that all that is propagated there in their acting is actually only fulfilled in real life by the Lord in his love for us. നമുക്കറിയാം, ലൗകികമായ ഭൗമികമായ കാര്യങ്ങളിൽ, സിനിമകളിൽ, പാട്ടുകളിൽ പലതുമൊക്കെ നാം കാണുന്ന സ്നേഹത്തിന്റെ പ്രദർശനമൊക്കെ എത്രയോ വഞ്ചനാത്മകമാണ്. അതൊന്നും നിവർത്തിക്കുവാൻ ആർക്കും കഴിയുന്നില്ല. എത്രയോ കപടഭക്തിയാണ് ഈ സ്നേഹത്തിലൂടെയൊക്കെ നാം കാണുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രം അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള സത്യം എത്രയോ മഹത്വകരമാണ്.
Now the scene opens here most probably in the ground that is adjacent to the palace. ഇവിടെ നാം കാണുന്ന ഈ വാക്യങ്ങൾ ഒരു പക്ഷെ കൊട്ടാരത്തിനരികെ ഉള്ള അവിടെയുള്ള ആ പ്രദേശത്തായിരിക്കണം ഇതിന്റെ ഈ സംഭാഷണം നടക്കുന്നത്. Since it's a poem, we have to make a lot of assumptions. ഇതൊരു കാവ്യമായതുകൊണ്ട് പല കാര്യങ്ങൾ നാം അങ്ങനെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. And we are also going to be introduced into the world of allegory or metaphors, which is very common in poetry. ഭാവനാത്മകമായ ചില ഭാഷകളിലേക്ക് ഈ ഇടലുകൾ മുന്നോട്ട് കടന്നു വരുന്നു. Now we hear the beloved is responding to the Shulamite. ഇവിടെ മണവാളൻ അല്ലെങ്കിൽ പ്രിയൻ തന്റെ ശൂലേംകാരത്തിക്ക് താൻ തന്നെ മറുപടി കൊടുക്കുകയാണ്. I desire to thy kisses, I desire that you draw me, I desire that you tell me, and now he is fulfilling that desire. എന്നെ ചുംബിക്കണം, എന്നെ നിന്റെ പുറകിലേക്ക് നിന്നിലേക്ക് എന്നെ ആകർഷിക്കണം, എന്നോട് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞതിന്റെ ആഗ്രഹത്തിന്റെ മറുപടിയായി ഇവിടെ പ്രിയൻ തന്നോട് സംഭാഷണം ആരംഭിക്കുകയാണ്. Now verse 9 down to verse 2 and verse 7, chapter 2 and verse 7, it is the communion between Solomon and the Shulamite that is enjoyed. 9-ാം വാക്യം മുതൽ 2-ാം 7-ാം വാക്യം വരെ ഈ ശൂലേംകാരത്തിയും ശലോമോനും തമ്മിലുള്ള അകമഴിഞ്ഞ അഗാധമായ ബന്ധത്തിന്റെ ഒരു പ്രദർശനം നാം അവിടെ കാണുകയാണ്. He speaks to her. ഇവിടെ താൻ തന്നോട് ശൂലേംകാരത്തിയോട് സംസാരിക്കുന്നു. And then she speaks back to him. അതിനുശേഷം ശൂലേംകാരത്തി തിരിച്ച് മണവാളനോട് സംസാരിക്കുന്നു. He again speaks to her. അവൻ പിന്നെയും മണവാട്ടിയോട് സംസാരിക്കുന്നു. And she responds again. താൻ വീണ്ടും തനിക്ക് മറുപടി നൽകി കൊടുക്കുന്നു. And this cycle keeps repeating till 2 and verse 7. ഈ ഒരു സൈക്കിൾ 7-ാം വാക്യം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വരെ നാം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. And it is very difficult to topically divide this into sections. അതുകൊണ്ട് പഠന രീതിയിൽ ഇതിനെ വിഷയ സംബന്ധമായി പഠിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. So that is why we will actually look at it as Solomon speaks, Shulamite speaks, Solomon speaks, Shulamite speaks, Solomon speaks, and the Shulamite speaks. അതുകൊണ്ട് ശലോമോനും ശൂലേംകാരത്തിയും തമ്മിലുള്ള സംഭാഷണത്തിൽ തന്നെ അതിനെ രണ്ടായി വിഭജിച്ച് മാത്രം നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. I am not actually capable of dividing it into any other way. വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ അതിനെ വിഭജിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. So first, verse 9 and verse 10, and also verse 11, where the daughters of Jerusalem are speaking. It's basically the king is speaking, or it is speaking to the bridegroom, to the bride, Shulamite. In verse 9 and 10, Solomon is speaking to the Shulamite. ഇവിടെ 9-ഉം 10-ഉം വാക്യങ്ങൾ ശലോമോൻ ശൂലേംകാരത്തിയോട് സംസാരിക്കുന്ന സംഭാഷണമാണ്. And verse 9 says, I have compared thee, O my love, to a company of horses in Pharaoh's chariot. ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു. And this comparison is a very strong language. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഈ ഒരു സാദൃശ്യം തുലനം വളരെ strange, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭാഷയാണ്. If I would call my wife, you look like a horse or a mare, that would not be a nice thing to say. അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ വിചിത്രമാണ്. ഞാൻ എൻ്റെ ഭാര്യയെ ഒരു കുതിരയോട് ഉപയോഗിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ എടുക്കേണ്ട രീതിയിലൊന്നും എടുക്കാൻ സാധ്യതയില്ല. I don't think any of us would actually go to our wives and say that you are like a horse. നാം ആരും നമ്മുടെ ഭാര്യമാരോട് ചെന്ന് നീ ഒരു കുതിരയെ പോലെയാണെന്ന് പറയാൻ നാം തുനിയാറില്ല. We would not even take the risk of doing that. അതിന്റെ റിസ്ക് പോലും നാം വഹിക്കാറില്ല. But when you really look at it, it is quite a nice thing that he is saying to her. ഇവിടെ നാം ശ്രദ്ധിച്ചാൽ ശൂലേംകാരത്തിയോട് ശലോമോൻ പറയുന്നത് വളരെ മെച്ചപ്പെട്ട ഒരു കാര്യമാണ്. He is comparing her to a company of horses, in English, to a company of horses in Pharaoh's chariots. ഇംഗ്ലീഷ് ഭാഷയിൽ അതിനെ ഒരു കുതിരയായിട്ടല്ല, ഒരു കുതിരയുടെ ഒരു കൂട്ടമായിട്ട് തന്നെയാണ് തന്നെ ഉപമിക്കുന്നത്. And the literal one is quite right in Malayalam. It is a mare. It's not a male horse, it's a female horse. അതിന്റെ ശരിയായ ഭാഷയിൽ പെൺകുതിരകൾ എന്നാണ് നാം അവിടെ കാണുന്നത്. So the Malayalam is more accurate on this one. അതുകൊണ്ട് അവിടെ നാം മലയാളം കുറച്ചും കൂടി ആക്യുറേറ്റ് ആണ്. And what is interesting is normally the chariots, especially chariots of war,
were never pulled by mares, it was pulled by stallions, male horses. നാം പഴയ കാലഘട്ടങ്ങളിൽ യുദ്ധങ്ങളിൽ രഥങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്നത് പെൺകുതിരകളായിരുന്നില്ല, ആൺകുതിരകൾ തന്നെയായിരുന്നു. The best and the most beautiful horses in those times were from Egypt. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഏറ്റവും മനോഹരമായ ശക്തിയുള്ള കുതിരകളൊക്കെ ഈജിപ്ത് മിസ്രൈമിൽ നിന്നായിരുന്നു കടന്നു വന്നുകൊണ്ടിരുന്നത്. Let's just turn to 1 Kings chapter 10 verse 28 and 29. 1 Kings chapter 10 verse 28 and 29. ഒന്ന് രാജാക്കന്മാർ 10-ാം അധ്യായം 28 and 29. ഒന്ന് രാജാക്കന്മാർ 10-ാം അധ്യായം 28ഉം 29ഉം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ശലോമോന് കുതിരകളെ കൊണ്ടുവന്നത് മിസ്രൈമിൽ നിന്നായിരുന്നു. രാജാവിന്റെ കച്ചവടക്കാർ അവയെ കൂട്ടമായിട്ട് വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരും. അവർ മിസ്രൈമിൽ നിന്ന് രഥം ഒന്നിന് 600 കുതിര എന്നതിനും 150 വെള്ളി ശേക്കൽ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും. Yes, so Solomon paid quite a fortune to get horses from Egypt. വളരെ വില കൊടുത്താണ് ശലോമോൻ മിസ്രൈമിൽ നിന്ന് കുതിരകളെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. So what are the characteristics of these horses? അതുകൊണ്ട് ഈ കുതിരകളുടെ സ്വഭാവ വിശേഷതകൾ എന്തൊക്കെയാണ്? Or generally, what are the characteristics of horses? കുതിരകൾക്ക് ജനറലി ഉണ്ടാകുന്ന വിശേഷണങ്ങൾ അല്ലെങ്കിൽ അവരുടെ characteristics features ഒക്കെ എന്തൊക്കെയായിരിക്കും എന്ന് നാം ചിന്തിക്കാൻ പോവുകയാണ്. So why I am saying that is, once we go into the world of metaphors in poetry, so when he compares her to horses, we need to know why he is making that comparison. ഞാൻ അങ്ങനെ ചിന്തിക്കുവാൻ കാരണം കാവ്യങ്ങളിൽ ഇങ്ങനെയുള്ള ആലങ്കാരിക ഭാഷ ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നതിന്റെ കാരണം കണ്ടെത്തിയാൽ മാത്രമേ അവിടെ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. So horses are known first of all for its beauty, especially Egyptian horses. കുതിരകൾ പ്രത്യേകമായി അവരുടെ സൗന്ദര്യത്തിന് വേണ്ടിയാണ് അവർ അറിയപ്പെട്ടത്, പ്രത്യേകാൽ മിസ്രൈമിയ കുതിരകൾ. In Oriental poetry, horses are very often described for their beauty. പഴയ കാലഘട്ടങ്ങളിലുള്ള കവിതകളിൽ കുതിരകൾ അവരുടെ സൗന്ദര്യത്തിന് വേണ്ടി അനേക തവണ വിശേഷിക്കപ്പെട്ടിട്ടുണ്ട്. Not only for their beauty, I'm going a bit fast, they are also known for their courage and their endurance. ഈ കുതിരകൾ അവരുടെ ധൈര്യത്തിനും അവരുടെ സഹിഷ്ണുതയ്ക്കും ഒക്കെ വേണ്ടി അറിയപ്പെടുന്ന ഒരു പ്രത്യേക തരം ജീവികളാണ്. Let's see what Job says about their courage and endurance. Please turn to Job chapter 39 and read from verse 19. Job chapter 39 and verse 19 to 25. യോബിന്റെ പുസ്തകം 39 39-ാം അധ്യായം അതിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ കുതിരയെ പറ്റി യോബ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. 39 verse 19 to 25. കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്, അതിന്റെ കഴുത്തിന് നീയോ കുഞ്ചിരോമം അണിയിച്ചത്, നിനക്കതിനെ വെട്ടിക്കിളിയെ പോലെ ചാടിക്കാമോ? അതിന്റെ ഹുങ്കാരപ്രതാപം ഭയങ്കരം, അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു, അത് ആയുധപാണികളെ എതിർത്തു ചൊല്ലുന്നു, അത് കൂശാതെ ഭയത്തെ പുച്ഛിക്കുന്നു, വാളിനോട് പിൻവാങ്ങി മണ്ടുന്നതുമില്ല, അതിന് എതിരെ ആവനാഴി മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലുക്കുന്നു, അത് ഉഗ്രതയും കോപവും പൂണ്ട് നിലം വിഴുങ്ങുന്നു, കാഹളനാദം കേട്ടാൽ അത് അടങ്ങി നിൽക്കയില്ല, കാഹളനാദം ധ്വനിക്കും തോറും അത് ഹാ ഹാ എന്ന് ചിനയ്ക്കുന്നു, പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്ത് നിന്ന് മണക്കും. The horse is known for its courage. കുതിരയെ അതിന്റെ ധൈര്യത്തിന് വേണ്ടി അതറിയപ്പെടുന്നു. It boldly goes into the most fiercest of battles. അത് ഏറ്റവും ഭയാനകമായ യുദ്ധങ്ങളിലേക്ക് വളരെ ധൈര്യത്തോടു കൂടിയാണ് അതൊക്കെ കടന്നു പോകുന്നത്. So it's known for its beauty and it's known for its courage and endurance. അത് കുതിരകൾ അതിന്റെ സൗന്ദര്യത്തിനും അവയുടെ ധൈര്യത്തിനും അവയുടെ സഹിഷ്ണുതയ്ക്കും വേണ്ടി അറിയപ്പെടുന്നു. But naturally horses are very wild and very strong-willed. അതുകൊണ്ട് തന്നെ കുതിരകൾ വളരെ ശക്തമായ ജീവികളാണ്. അവരെ മേയ്ക്കാൻ തന്നെ വളരെ പാടാണ്. Yeah, but they can be tamed. എന്നാൽ അവരെ മേയ്ക്കപ്പെടുവാൻ നമുക്ക് കഴിയുന്ന ജീവികളുമാണ്. And once they are trained, they are perfectly obedient and subject. പരിശീലനത്തിന് ശേഷം അതിനെ നിയന്ത്രിക്കുന്ന ആളിനോട് അത് സമ്പൂർണമായ അനുസരണവും
വിധേയത്വം കാണിക്കുന്ന ഒരു ജീവിയാണ്. In fact, it can be trained so well that they always exhibit a harmony when they are bound together as a team. അത്ര നന്നായി പരിശീലിപ്പിച്ചാൽ കുതിരകളെല്ലാം കൂടെ ഒരു ടീമായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ട് തന്നെ പ്രവർത്തിച്ച് കാര്യങ്ങൾ നേടുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയും. So very often in the chariots of old, you don't find just one horse, you find many horses. അതുകൊണ്ട് തന്നെ പഴയ കാലങ്ങളിൽ യുദ്ധങ്ങളിൽ പോകുമ്പോൾ ഒരു കുതിരയല്ല പോകുന്നത്, പല കുതിരകളും ഒരുമിച്ച് കൂട്ടമായിട്ട് തന്നെയാണ് അവർ പ്രവർത്തിച്ച് ആ യുദ്ധത്തിനായി അവർ ഇറങ്ങിത്തിരിക്കുന്നത്. And all those horses together, they maintain the line, they maintain their harmony, they keep in step with each other. അതുകൊണ്ട് എല്ലാ കുതിരകളും ഒരുമിച്ച് ഓരോ ചുവടും അവർ ഒരുമിച്ച് എടുത്തു വെച്ച് ആ യുദ്ധത്തിനായി സംഘടിതമായി തന്നെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു കൂട്ടം ജീവികളാണ് കുതിരകൾ. Even in our president's cavalry, his own personal cavalry, you have horses and people on horses. നമ്മുടെ രാഷ്ട്രപതിയുടെ സൈന്യ ബാഹുല്യത്തിൽ നമ്മുടെ നാടിന്റെ രാഷ്ട്രപതിക്ക് തന്നെ കുതിരകൾ ഒരു വലിയ സൈന്യത്തിന്റെ ഒരു ഭാഗമായി തന്നെ നിലകൊള്ളുന്നു. And that is a sight to behold during the Republic Day parade. അതുകൊണ്ട് റിപ്പബ്ലിക് ഡേ പരേഡിൽ നാം അത് കാണുവാൻ തന്നെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. One mind, one step, they all follow together. അതുകൊണ്ട് ഈ കുതിരപ്പട്ടാളം ഒരുമിച്ച് ഒറ്റ സ്റ്റെപ്പായി ഒരുമിച്ചാണ് ഇത് നീങ്ങുന്നത്. The best of the horses were from Egypt. കുതിരകളിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ടത് മിസ്രൈമിൽ നിന്ന് കടന്നു വന്നു. And the best of the best horses were used in Pharaoh's chariots. ആ കുതിരകളിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ടതായിരുന്നു ഫറവോന്റെ രഥത്തിന് കിട്ടിയിരുന്നത്. They were the most excellent of their kind. അവരുടെ ആ സ്പീഷീസിൽ ഏറ്റവും മെച്ചപ്പെട്ട കുതിര. They had the best training. അവർക്ക് ഏറ്റവും നല്ല പരിശീലനം ലഭിക്കും. They had the most costliest and the most beautiful ornaments. അവർക്ക് ലഭിക്കുന്ന അണിയിക്കുന്ന വസ്തുക്കളെല്ലാം വളരെ വില കൂടി തന്നെയായിരുന്നു. They pulled the golden chariot of Pharaoh. അതുകൊണ്ട് ഫറവോന്റെ സ്വർണ്ണരഥം അവർ നയിക്കുമായിരുന്നു. What a beautiful description of horses. എത്ര മനോഹരമുള്ള ഈ കുതിരയാണ് ഇവർ വിവരിച്ചിരിക്കുന്നത്. Beauty and courage and discipline and harmony and a high honor. വളരെ സൗന്ദര്യവും ധൈര്യവും സഹനശക്തിയും വളരെ മാതൃകയോടുകൂടെ തന്നെ പരിശീലനത്തിൽ അച്ചടക്കത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം കുതിരകൾ. And all these lovely things are true when he says, I have compared you to a company of horses or to a mare in Pharaoh's chariot. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് മണവാളൻ പറയുന്നത്, ഞാൻ നിന്നെ ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു. And suddenly when we look at it from that angle, it is no longer something strange, but it is so beautiful what he actually calls her. ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നാം ഇത് വായിക്കുമ്പോൾ പിന്നെ ഇത് വ്യത്യസ്തമായി ഇത് വിചിത്രമായിട്ട് നാം കാണുന്നില്ല. എത്രയോ മനോഹരമായ ഒരു ആലങ്കാരിക ഭാഷയാണ് നാം ഇവിടെ കാണുന്നത്. And even when our beloved looks at us, he should see these characteristics in each and every individual believer. നമ്മുടെ മണവാളൻ പ്രാണപ്രിയൻ നമ്മളെ നോക്കുമ്പോൾ ഇതുപോലെയുള്ള സ്വഭാവ വിശേഷതകൾ നമുക്കുണ്ടാകുവാൻ ദൈവമിടയാണ്. He should see in us a beauty of holiness. നമ്മളിൽ വിശുദ്ധിയുടെ ഒരു സൗന്ദര്യം കാണുവാൻ തനിക്കിടയാകണം. The divine beauty that he has put upon us, he should see that in us. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ദിവ്യമായ വിശുദ്ധിയുടെ നീതിയുടെ വസ്ത്രം കാണുവാൻ ദൈവത്തിനിടയാകണം. Just like the horses are lively, we should be lively, not slothful and lukewarm people. മടി പിടിച്ച് ഇരിക്കുവാൻ കഴിയാതെ വളരെ ധൈര്യത്തോടുകൂടെ എപ്പോഴും ആവേശത്തോടെ ജീവിക്കുന്ന ആ കുതിരകളെ പോലെ തന്നെ ജീവിപ്പാൻ ദൈവം നമ്മളെ ഇടയാകട്ടെ. Like the majestic horse in the battle, we should be strong and fight the good fight of faith, enduring even until the end. യുദ്ധത്തിൽ വളരെ വീരശൂര പരാക്രമം ചെയ്യുന്ന ഈ കുതിരകളെ പോലെ തന്നെ നമുക്ക് യുദ്ധകളത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മളെ ഇടയാകട്ടെ. And always obedient to their master, subject in all things unto his will. നമ്മുടെ മണവാളനോട് നമ്മുടെ യജമാനനോട് സമ്പൂർണ്ണ അനുസരണവും വിധേയത്വവും പാലിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. A unity in plurality,
one, yet many, many, but still one. അനേകരായ നാം ഒന്നായി പ്രവർത്തിക്കുകയും ഒന്നായി പ്രവർത്തിക്കുന്ന നാം അനേകരാണെങ്കിൽ പോലും ഒന്നായി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മളെ ഇടയാകട്ടെ. One body, one head, one spirit, one Lord, one baptism, one, but many. ഏക ശരീരമാണ് നാം, ഏക കർത്താവ്, ഏക തല, ഏക ആത്മാവ്, ഏക സ്നാം. എന്നാൽ നാം പലരായ നാം ഒന്നായി പ്രവർത്തിച്ച് ഒന്നായി ജീവിക്കുന്നവരായി തീരുവാനിടയാകട്ടെ. And not just that, we are employed by the King of Zion in his service as his fellow workers, drawing his chariot, carrying him into all the places that he wants us, going out into all the world, carrying that Nazarene upon our shoulders. അത് മാത്രമല്ല, ഈ രാജാവിനാൽ നാം വിനിയോഗിക്കപ്പെടുവാനും തന്റെ രഥത്തെ മുന്നോട്ട് നയിച്ച് താൻ ആഗ്രഹിക്കുന്നിടത്തെല്ലാം നമ്മളെ അവൻ നയിച്ച് ശാശ്വതമായി തന്റെ പദ്ധതികൾ നിറവേറ്റുവാൻ ദൈവം നമ്മളാൽ ഇടയാകട്ടെ. What a beautiful picture that is. What a life that should be concerning us. എത്ര മനോഹരമായ ചിത്രമാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Not just that, he is going to continue to add. He's saying in verse 10, thy cheeks are comely with rows of jewel, thy neck with chains of gold. അത് മാത്രമല്ല, നാം പിന്നീട് നമ്മോട് വായിക്കുന്നത് നിന്റെ കവിൾത്തടങ്ങൾ രത്നാവലി കൊണ്ടും നിന്റെ കഴുത്ത് മുത്തുമാല കൊണ്ടും ശോഭിച്ചിരിക്കുന്നു. And again, this speaks of honor and dignity. ഇവിടെ മഹത്വത്തെ പറ്റിയും തനിക്ക് നൽകുന്ന ഒരു പ്രാധാന്യമൊക്കെ താൻ അവിടെ കാണുകയാണ്. ബഹുമാനം, honor and dignity. You see, it is very easy for us to understand this because even though it is not very common in Western culture, in our culture we often find it very common to decorate the animals with jewels. വിദേശങ്ങളിൽ നമുക്ക് ഒരുപക്ഷെ കാണാറില്ല. എന്നാൽ നമ്മുടെ ഈ നാടുകളിലൊക്കെ മൃഗങ്ങളെ വളരെ വില കൂടിയ ആഭരണങ്ങൾ കൊണ്ടൊക്കെ അതിനെ അലങ്കരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. So even when we look at Thrissur Puram, the elephants are, arrayed with so many ornaments. നമുക്കറിയാം, തൃശ്ശൂർ പൂരമൊക്കെ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആനകളെ എല്ലാം വളരെ വലിയ സ്വർണം കൊണ്ടൊക്കെ പൊതിഞ്ഞ് യശസ് പോലെ അത് നിർത്തുവാൻ അവർ ആഗ്രഹിക്കുന്നു. And the same idea is here in verse 10. Thy cheeks are comely with rows of jewels, and thy neck with chains of gold. അതേ ഒരു ആശയമാണ് നമ്മളിവിടെ കാണുന്നത്. നിന്റെ കവിൾത്തടങ്ങൾ രത്നാവലി കൊണ്ടും നിന്റെ കഴുത്ത് മുത്തുമാല കൊണ്ടും ശോഭിച്ചിരിക്കുന്നു. It is easy for us to visualize it, so I am not going much into detail in that. അത് നമുക്ക് ചിന്തിച്ചെടുക്കുവാൻ കഴിയുന്നതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. But the idea of a chain upon the neck, it is interesting how it is used in scripture. എന്നാൽ കഴുത്തിൽ ഈ ഒരു മാല ഇരിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. Pharaoh put a chain around Joseph's neck when he interpreted the dream. നമുക്കറിയാം, യോസേഫ് തന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഫറവോൻ യോസേഫിന്റെ കഴുത്തിൽ ഒരു ആഭരണമാല അവിടെ ഇടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. Similarly, Nebuchadnezzar placed a chain on Daniel's neck when he interpreted his dream. അതുപോലെ തന്നെ ദാനിയേലും തന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോൾ നെബൂഖദ്നേസർ തനിക്കും ഒരു ആഭരണം തന്റെ കഴുത്തിൽ ഇട്ടുകൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. And when we look at both what Pharaoh and then King Nebuchadnezzar told Joseph and Daniel, it says we understand that this chain was first of all a mark of subjection. നമുക്കറിയാം, ഈ മാല അവർക്ക് കൊടുക്കുമ്പോൾ, അവരുടെ കഴുത്തിലിടുമ്പോൾ യോസേഫിന്റെയും ദാനിയേലിന്റെയും കാര്യത്തിൽ തന്നെ രാജാക്കന്മാർ പറയുന്ന പ്രസ്താവന അനുസരിച്ച് വിധേയത്വം അവിടെ കാണിക്കാൻ നമുക്ക് കാണുവാൻ കഴിയും. And not just that, it was the highest honor that could be given. എന്നാൽ അത് മാത്രമല്ല, അവർക്ക് അവിടെ ആ രാജ്യത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ബഹുമാനം, പദവി ആ ഒരു ക്രിയ കൊണ്ട് അവരവിടെ നിവർത്തിക്കുകയാണ്. They were given the topmost rank just under the king. രാജാവിന് തൊട്ടു താഴെയുള്ള ഏറ്റവും രാജ്യത്തിൽ മറ്റുള്ള എല്ലാവരെക്കാളും ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനം അവിടെ കൊടുക്കുകയാണ്. So it was a picture of subjection and also it was a picture of honor, elevation. അതുകൊണ്ട് വിധേയത്തിന്റെയും ബഹുമാനത്തിന്റെയും ഒരു കാഴ്ചയായി നമുക്ക് അത് കാണുവാൻ കഴിയും. That is what also we can gain from this verse. ആ കാര്യങ്ങൾ തന്നെ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാനും കഴിയും. The Lord honors us, but we are subject to him. ദൈവം നമ്മെ ബഹുമാനിക്കുന്നു എങ്കിൽ പോലും നാം തനിക്ക് വിധേയപ്പെട്ട് നാം ജീവിക്കുന്നു. And even though we have all this, in verse 11, the daughters of Jerusalem say, we will make the borders of gold with studs of silver.
ഇതെല്ലാം ലഭിച്ചിട്ടും നമ്മുടെ യെരൂശലേം പുത്രിമാര് പറയുന്നത്, ഞങ്ങൾ നിനക്ക് വെള്ളിമണികൾ കൊണ്ട് കൂടിയ സുവർണ സർപ്പിളി ഉണ്ടാക്കി തരാം. And the Lord continuously keeps adding to the adornment of his bride. യഹോവ തന്റെ മണവാളൻ തന്റെ മണവാട്ടിയുടെ സൗന്ദര്യത്തിനെ കൂടുതൽ വർദ്ധിപ്പിക്കുമാറ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. As we grow in our relationship with him, we become more and more beautiful. നാം നമ്മുടെ കർത്താവുമായുള്ള ബന്ധത്തിൽ നാം വളർന്നുകൊണ്ടേയിരിക്കുമ്പോൾ അവൻ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നു. As we gaze on the Lord of glory, we are changed like unto the same image, from glory to glory. മഹത്വത്തിന്റെ രാജാവിനെ നാം ദർശിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, അകമഴിഞ്ഞ ബന്ധം പുലർത്തുമ്പോൾ തേജസ്സിന്മേൽ തേജസ് പോലെ നമ്മുടെ അവനോട് അനുരൂപപ്പെടുവാൻ ദൈവം നമ്മളെ ഇടയാക്കുന്നു. Can we please read verse 12, 13 and 14? 12, 13, 14 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. രാജാവ് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ എന്റെ ജഡമാംസി സുഗന്ധം പുറപ്പെടുവിക്കുന്നു. എന്റെ പ്രിയൻ എനിക്ക് സ്ഥലങ്ങളുടെ മധ്യേ കിടക്കുന്ന മൂറൻ കെട്ടുപോലെയാകുന്നു. എന്റെ പ്രിയൻ എനിക്ക് എൻഗേരി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കൾ പോലെ ഇരിക്കുന്നു. What lovely pictures. എത്ര മനോഹരമായ ഭാഷ. We have three lovely things in these three verses that the bride says concerning her beloved. ഇവിടെ മണവാട്ടി തന്റെ മണവാളനെ പറ്റി പറയുന്ന മൂന്ന് പ്രത്യേകമായ കാര്യങ്ങൾ നാം ഇവിടെ കാണുന്നു. We have three pictures. മൂന്ന് ആലങ്കാരിക ഭാഷ നാം ഇവിടെ കാണുന്നു. So first we find the king sitting at his table. In English it's written, the king sitteth at his table. ഒന്നാം വാക്യത്തിൽ രാജാവ് തന്റെ മേശയിൽ താൻ ഇരിക്കുന്നു. And this is the second time that she has mentioned the king. ഇവിടെ ഈ ഒന്നാം അധ്യായത്തിൽ രണ്ടാമത്തെ തവണയാണ് ഇവിടെ ശൂലേംകാരത്തി രാജാവ് എന്ന പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. And which is the first time that she has mentioned the king? ഒന്നാമത്തെ തവണ താൻ എപ്പോഴാണ് രാജാവിനെ പറ്റിയ കാര്യങ്ങൾ രാജാവ് എന്ന പദപ്രയോഗം ഉപയോഗിച്ചത്? Since we are on Zoom, I cannot see everybody's faces, but I guess you all know the answers. നാം സൂമിലാണ്, നിങ്ങളുടെ എല്ലാം മോഹം കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഉത്തരം അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. The first one was in chapter 1 and verse 4, where the king brought her into his chambers. നാലാം ഭാഗത്തിൽ രാജാവ് ആദ്യമായി തന്നെ പള്ളിയറയിലേക്ക് കൊണ്ടുവരുന്നതായ പദപ്രയോഗം അവിടെ കാണുവാനിടയായി. And now we see the king is sitting at his table, and his spikenard and her spikenard sends forth the smell thereof. ഇവിടെ ഇപ്പോൾ രാജാവ് തന്റെ മേശയിൽ ഭക്ഷണത്തിനായി ഇരിക്കുകയും എന്റെ ജഡമാംസി സുഗന്ധം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. We have three lovely pictures in this little expression in verse 12. ഈ 12-ാം വാക്യത്തിൽ മൂന്ന് മനോഹരമായ കാഴ്ചകൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. We see first that he is the king. ഒന്നാമതായി ഇവിടെ രാജാവാണ്. And that speaks of lordship. അത് കർത്തൃത്വം കാണിക്കുന്നു. Second, we see that the king sits at his table. രണ്ടാമതായി രാജാവ് ഭക്ഷണത്തിന് തന്റെ മേശയിൽ ഇരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. That speaks of fellowship. അത് കൂട്ടായ്മ ബന്ധത്തെ കാണിക്കുന്നു. Thirdly, we see my spikenard sends forth the smell thereof. മൂന്നാമതായി എന്റെ ജഡമാംസി സുഗന്ധം പുറപ്പെടുന്നതായി കാണുവാൻ കഴിയും. And that speaks of worship. അത് ആരാധനയെ കാണിക്കുന്നു. Lordship, fellowship, and worship. കർത്തൃത്വവും കൂട്ടായ്മയും ആരാധനയും. And again, it is a lovely picture of what we do in the meeting on the Lord's Day. കർത്താവിന്റെ ദിവസത്തിൽ കർത്താവിനോട് ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു മനോഹരമായ ചിത്രമാണ്. In the world, they call him Jesus. ലോകത്തിൽ അവനെ യേശു എന്ന് വിളിക്കുന്നു. There are millions that have not even heard his name at all. അനേകർ അവനെ പറ്റി കേട്ടിട്ട് പോലുമില്ല. When I go with my dad, when I go to Agra, when I go to certain villages, what we do is, after telling them stories and after teaching them songs, we teach them to say the name Yeshu. അവിടെ ആഗ്രഹത്തിന്റെ പിതാവിനോടൊപ്പം ഞാൻ സഞ്ചരിക്കുമ്പോൾ, സുവിശേഷ പ്രവർത്തനങ്ങളിൽ പോകുമ്പോൾ ആ കാര്യങ്ങളും കഥകളും ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം യേശു എന്ന നാമം പറയുവാൻ അവരെ ഞങ്ങൾ പഠിപ്പിക്കും. At least to say the name of Jesus. യേശു എന്ന നാമം അവർ പറയുവാൻ തക്കോണം ഇടയാകേണ്ടതിന് ഞങ്ങൾ ശ്രമിക്കും. We are so lucky in Kerala, so blessed in Kerala that people at least are literate. ഇവിടെ കേരളത്തിൽ സാക്ഷരത ഉള്ളത് കൊണ്ട് തന്നെ എത്രയോ ഭാഗ്യകരമായ അവസ്ഥയാണ്. But there we even have to teach them to say the name of Jesus. അവിടെ അവരെ യേശു എന്ന നാമം അവരുടെ പദപ്രയോഗത്തിൽ കൊണ്ടുവരാൻ തന്നെ നാം അവരെ പഠിപ്പിക്കേണ്ടത് എത്രയോ വലിയ ഭയാനകമായ. Oh, there are millions who have not heard the sweet name.
എത്രയോ ലക്ഷങ്ങൾ ഈ മാധുര്യമുള്ള നാമം കേട്ടിട്ടില്ല. Others have heard this name Jesus, but they don't know him in any other way. അനേകർ അവന്റെ നാമം കേട്ടിട്ടുണ്ട്, എന്നാൽ അറിയേണ്ട പോലും ആരും അറിഞ്ഞിട്ടില്ല. To them, he is just a God of the Christians. അനേകർക്ക് അവൻ ക്രിസ്ത്യാനികളുടെ ഒരു ദൈവമെന്ന് മാത്രം കാണുന്നു. To many, Jesus is just a good teacher. അനേകർക്ക് യേശു ഒരു നല്ല ഒരു ഗുരുവായിട്ട് അവർ കണക്കാക്കുന്നു. But how grateful and how humble we should be that we are taught to call him Lord, and we willingly call him Lord, Jesus Christ. എത്രയോ കൃപയും താഴ്മയും നാം അനുഭവിക്കുന്നു. ദൈവം നമ്മളെ അവന്റെ പുത്രനെ അറിയുവാനും അവനെ കർത്താവ് എന്ന് വിളിക്കുവാനും അംഗീകരിക്കുവാനും നമുക്ക് നൽകിയ ഭാഗ്യം. We have bowed to him. We have enthroned him. We have acknowledged his kingly right in our life. നാം അവന് കീഴ്പ്പെട്ട് നമ്മുടെ രാജാവായി, നമ്മുടെ ജീവിതത്തിന്റെ രാജാവായി, മേലധികാരിയായി അവനെ നാം നമ്മുടെ ജീവിതത്തിൽ വാഴിക്കുവാൻ ദൈവം നമുക്കിടയാണ്. He is our Lord. He is the King. അവൻ നമ്മുടെ കർത്താവും നമ്മുടെ രാജാവുമാണ്. And everything on the Lord's day is about him alone. അതുകൊണ്ട് കത്ത ദിവസത്തിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവനെ പറ്റി, അവന് വേണ്ടിയുമാണ്. The hymns that we sing, the thoughts that we share, the thanksgiving that we do, it's all for the King. നാം ധ്യാനിക്കുന്ന ധ്യാനചിന്തകൾ, നമ്മുടെ പാട്ടുകൾ, നമ്മുടെ വായന, നമ്മുടെ എല്ലാം, നമ്മുടെ ചിന്തകൾ മുഴുവനും നമ്മുടെ രാജാവിന് വേണ്ടിയുള്ളതാണ്. The King, our Lord. നമ്മുടെ രാജാവും കർത്താവുമായ. Not just the lordship, he sits as his table. അവൻ കർത്താവെന്ന് മാത്രമല്ല, അവൻ തന്റെ മേശയിൽ ഭക്ഷണത്തിനായി ഇരിക്കുന്നു. And very literally, that table would also mean a circle. അവിടെ ആ മേശ എന്ന് പറയുമ്പോൾ അതൊരു വട്ടത്തിൽ ഇരിക്കുന്ന ഒരു മേശയായിരിക്കും. That is what that word literally means. It's translated table somewhere, it is translated circle somewhere else. വട്ടത്തിൽ ഇരിക്കുന്നതായ ഒരു ചിത്രമാണ് അവിടെ ആ ഭാഷയിൽ നമുക്ക് ലഭിക്കാനിടയാവുന്ന ചിത്രം. And that is generally how it was in the Middle East, and often seen even among Arabs today, where especially the Bedouin Arabs, where they have a big plate with meal right in the middle and everybody sits in a circle around it. നമുക്കറിയാം മിഡിൽ ഈസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ഒരു ആഹാരത്തിനായി കൂടിയിരിക്കുമ്പോൾ നടുക്ക് ഒരു വലിയ പ്ലേറ്റിൽ കൊണ്ടുവച്ചിട്ട് എല്ലാവരും സർക്കിളിൽ ഇരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. That is the general idea here. അതേപോലെയുള്ള ഒരു ചിത്രമാണ് ഇവിടെ നാം കാണുന്നത്. The king has a circle, a fellowship, where he sits with those he has fellowship with. അവിടെ രാജാവ് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ തന്റെ കൂടെ ഇരിക്കുന്നവരുമായ ഒരു കൂട്ടായ്മ, ബന്ധം താൻ അവിടെ കാണുന്നു. And she is a maiden who is a nobody from North Ephraim, and she is brought into the presence of the king, and she has the privilege of sitting at the table with him. അവിടെ എഫ്രൈമിൽ നിന്ന് കടന്നു വന്ന യാതൊരു യോഗ്യതയും യാതൊരു സ്ഥാനവും ഇല്ലാത്ത ഈ മണവാട്ടിക്ക് അവിടെ കടന്നു വന്ന് തന്റെ രാജാവിനോടൊപ്പം ഇരിക്കുവാൻ ഒരു ഭാഗ്യം ലഭിക്കുകയാണ്. And our thoughts also go back to that time when David at his table, when he was sitting, there is another person who has no worthiness to be there. Somebody like a dead dog, Mephibosheth, who was able to have fellowship with the king David. ദാവീദ് തന്റെ മേശയിൽ ഇരിക്കുമ്പോൾ യാതൊരു യോഗ്യതയും ഇല്ലാത്ത ചത്ത നായയെ പോലെയുള്ള ആ മെഫിബോശത്തിനും ആ മേശയിൽ കടന്നു വന്ന് രാജാവുമായി കൂട്ടായ്മ ആചരിക്കുവാൻ, ഭക്ഷണം കഴിക്കുവാൻ കിട്ടുന്ന ഭാഗ്യം. He is the king and he sits at his table and we have fellowship with him. രാജാവ് തന്റെ മേശയിൽ ഇരിക്കുകയും രാജാവിനോട് കൂട്ടായ്മ ആചരിക്കുവാൻ, ബന്ധം പുലർത്തുവാൻ നമുക്കിടയാകുന്നു. And when the king is sitting at his table, there is lordship, there is fellowship. What comes out from us is our spikenard sends forth its smell. രാജാവ് തന്റെ മേശയിൽ ഇരിക്കുമ്പോൾ കർത്താവ് കൂട്ടായ്മയും എല്ലാം നമുക്ക് നൽകി തരുമ്പോൾ നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടത് ആരാധനയാണ്. Worship. അവനെ നമുക്ക് ആരാധിക്കുവാനിടയാണ്. Spikenard means liquid nard. ജഡമാംസ തൈലം എന്ന് പറയുമ്പോൾ ഈ Okay, I don't know how you will translate that. ജഡമാംസ Nard പുറപ്പെടുവിക്കുന്ന. Yeah, nard was an extract from an extremely rare plant that grows only in one place.
വളരെ റെയറായിട്ട് മാത്രം ഉത്ഭവിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു പ്ലാന്റ് ആയിരുന്നു ഈ ഇവിടെ നാം കാണുന്ന ഈ ജഡമാംസം പുറപ്പെടുവിക്കുന്ന തൈലം. That plant. ജഡമാംസി എന്ന് പറയുന്ന ആ It's called plant, nard. It's called nard. നാട് എന്നാണ് അതിന്റെ പേര്. ഇംഗ്ലീഷിൽ കുറച്ചുകൂടി NARD. Yeah. NARD. And it grows in the lower heights of the Himalayan mountains in Nepal, India, and China. നമ്മുടെ ഈ ഹിമാലയൻ താഴ്വരകളിലൊക്കെ താഴ്വരകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരമായ ഒരു പ്ലാന്റ് ആണ്. It is found at an altitude of 9,800 to 16,000 feet. 9,000 to 16,000 feet. 9,000 മുതൽ 16,000 അടി ഉയരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരമായ ചെടിയാണ്. And even though there have been many attempts to grow it in many other places, it has all failed. ഇതേ ചെടി പല സ്ഥലങ്ങളിൽ വളർത്തുവാൻ ആൾക്കാർ ആഗ്രഹിച്ചിട്ട് അത് സാധ്യമായിട്ടില്ല. In 2015, spikenard was classified as critically endangered plant by International Union, so IUCN. Yeah. 2015 IUCN critically endangered, അതായത് വളരെ റെയറായി മരിക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ അതിന്റെ എക്സിസ്റ്റൻസ് ഇല്ലാതെയാകാൻ പോകുന്ന ഒരു ചെടിയായി അതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. You know why I said all this? Understand how expensive and how precious it was. ഇത്ര നിർണായകവും ഇത്ര മൂല്യവുമുള്ള ഒരു ചെടിയിൽ നിന്നാണ് ഈ തൈലം ഉണ്ടാകുന്നത്. It had to be brought from very far away as far as Palestine or Israel was concerned. ഇസ്രായേലിനെയും പലസ്തീനെയും സംബന്ധിച്ച് വളരെ ദൂരത്ത് നിന്ന് കൊണ്ടുവരുന്ന ചെടിയിൽ നിന്നാണ് ഈ തൈലം ഉണ്ടാക്കുന്നത്. And you cannot read of this without thinking of John chapter 12. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം ചിന്തിക്കാതെ ഇത് വായിക്കുവാൻ കഴിയില്ല. The king was sitting at the table. രാജാവ് തന്റെ മേശയിൽ ഇരിക്കുകയായിരുന്നു. There was a circle of friends having fellowship with him. അനേക തന്റെ സ്നേഹിതന്മാർ തന്നോട് കൂടി ഇരുന്ന് കൂട്ടായ്മ ആചരിക്കുകയാണ്. There is Mary taking pure spikenard. അവിടെ മറിയ ഈ ജഡമാംസ തൈലം എടുത്ത് and offered it at his feet. കർത്താവിന്റെ കാൽക്കൽ ഒഴിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. Why is it mentioned that it was pure spikenard? എന്തുകൊണ്ടാണ് അവിടെ ഇത്ര ശുദ്ധമായ ഈ ജഡമാംസ തൈലം ഉപയോഗിച്ചിരിക്കുന്നതായി നമ്മൾ വായിക്കുന്നത്? സ്വച്ഛ ജഡം, something like that, right? സ്വച്ഛ ജഡമാംസ തൈലം. Yeah, why is the word pure used? എന്തുകൊണ്ടാണ് സ്വച്ഛ എന്ന് വെച്ചാൽ ഇത്ര ശുദ്ധമായ ആ മാംസ തൈലം എന്നാണ് വായിക്കുന്നത്? Because very often to bring the price down, people would mix it with lower perfumes, means less expensive perfumes. വളരെ വില കൂടിയ ഈ തൈലത്തിന്റെ വില കുറയ്ക്കുവാനായി ഇതിനെ മറ്റുള്ള കാര്യങ്ങളുമായി ഇതിനെ അഡൾട്ടറേറ്റ് ചെയ്യുവാൻ ഇടയായി അതിന്റെ വില കുറയ്ക്കുവാൻ സാധ്യതയുണ്ടായിരുന്നു. Oh, but Mary offered pure spikenard. എന്നാൽ മറിയ സ്വച്ഛ ജഡമാംസ തൈലം, അതായത് ശുദ്ധമായ ഈ ചെടിയിൽ നിന്നുണ്ടാകുന്ന തൈലം തന്നെ ഉപയോഗിച്ച് കർത്താവിന്റെ കാൽക്കൽ ഒഴിക്കുന്നതായി കാണുവാൻ. Nothing but the purest for the Lord. ശുദ്ധമായ ഏറ്റവും അത്യുത്തമമായത് തന്നെ താൻ കർത്താവിന് വേണ്ടി. In Psalms 45 we read, my heart is inditing a good matter. I speak of things which I have made concerning the king. My tongue is a pen of a ready writer. Thou art fairer than the children of men. സംഗീതത്തിൽ 45-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന പദപ്രയോഗം, എന്റെ ഹൃദയം സുവചനത്താൽ കഴിയുന്നു, എന്റെ ഹൃദയ രാജാവിന് വേണ്ടി ഉള്ളതെന്ന് ഞാൻ പറയുന്നു, എന്റെ നാവ് സമർത്ഥനായ ലേഖനം എഴുതി. When the heart is occupied with him, pure worship flows out from that. ഹൃദയങ്ങളിൽ കർത്താവിനെ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിന്റെ പുറത്തു നിന്ന് വരുന്നത് ആരാധന മാത്രമായിരിക്കും. And it is only the satisfied heart that really can worship. സംതൃപ്തിയുള്ള ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ കഴിയുള്ളൂ. Somebody who was overflowing with deep love and appreciation for the king. That is the idea that we get from here. നിറഞ്ഞു കവിയുന്ന സ്നേഹത്തിന്റെ ഉടമസ്ഥർക്ക് മാത്രമേ രാജാവിനെ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. ആ ഒരു ചിത്രമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. The Father seeketh such to worship him. പിതാവ് ഇങ്ങനെയുള്ള രീതിയിൽ ആരാധിക്കുന്നവരെ പിതാവ് തിരയുന്നു. This is what must happen in our life every single day. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും സംഭവിക്കേണ്ടത്. Acknowledging his lordship, അവന്റെ കർത്തൃത്വം നാം അംഗീകരിച്ച്, enjoying his fellowship, അവന്റെ കൂട്ടായ്മ നാം ആസ്വദിച്ച്, and pouring our hearts in worship. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകർന്ന് ആരാധനയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കുന്ന. What a beautiful thought that is.
എത്രയോ മനോഹരമായ ചിന്തയാണ്. The king is sitting at his table, and my spikenard sends forth the smell thereof. രാജാവ് തന്റെ മേശയിൽ ഭക്ഷണത്തിനായിരിക്കുകയും എന്റെ ജനമാംസ സുഗന്ധം പുറപ്പെടുകയും ചെയ്യും. Verse 13, a bundle of myrrh is my well-beloved to me. He shall lie all night betwixt my breasts. എന്റെ പ്രിയൻ എനിക്ക് സ്തനങ്ങളുടെ മധ്യേ കിടക്കുന്ന മൂറിൻ കെട്ടുപോലെയാകുന്നു. Now, myrrh is generally throughout scripture, it refers to to suffering, or rather I can say like this, sweet bitterness. ഇവിടെ നാം കാണുന്ന ഈ പ്രത്യേകമായ പദപ്രയോഗം, അതായത് മൂറിൻ കെട്ടുപോലെ എന്ന് പറയുന്ന പദപ്രയോഗം വേദപുസ്തകത്തിലുടനീളം മാധുര്യവും വേദനാജനകവുമായുള്ള ഒരു മിക്സ്ചർ ആയുള്ള ഒരു ചിത്രമാണ് കൊണ്ടുവരുന്നത്. So myrrh had to be crushed for it to give forth its smell. ഈ മൂറിൻ കെട്ടുകളെ ചതച്ചു വേണം അതിന്റെ സൗന്ദര്യം, അതിന്റെ സൗരഭ്യം പുറത്തു വരുവാൻ. It is bitter to the taste but sweet to the smell. അതിന്റെ സ്വാദ് വളരെ ബിറ്റർ ആണ്, അത് നമുക്ക് ഇടുവാൻ കഴിയില്ല. എന്നാൽ അതിന്റെ സൗരഭ്യം വളരെ മനോഹരമാണ്. And all throughout scripture it has become a fitting symbol for the man of sorrows. എന്നാൽ ഈ വേദപുസ്തകത്തിലുടനീളം ഇതേ ചിത്രമാണ് നമ്മുടെ മനുഷ്യപുത്രന് നാം കാണുന്നത്. The man of sorrows, our Lord Jesus Christ. വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും പുരുഷനായ കർത്താവ്. How bitter to remember the crown of thorns, the nails that were pierced on his hands, the spear that was pierced into his side, and all the mental agony that he went through. എത്രയോ കൈപ്പേറിയ അവസ്ഥയിലൂടെയാണ് കർത്താവ് ക്രൂശിനടിക്കുന്നോറും താൻ കടന്നുപോയത്. വേദനയും സങ്കടവും ദുഃഖവും കുന്തവും കൊണ്ടൊക്കെയുള്ള ആ കട്ടിയായുള്ള കഷ്ടപ്പാട് അനുഭവിക്കാനിടയായി. But yet somehow when we sit on the Lord's day, when we think of this sorrow, somehow something there is sweet, there is some sweetness about it. ഈ അതീവമായ ദുഃഖത്തിലൂടെ കടന്നുപോയ കർത്താവിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുന്ന മാധുര്യത എത്രയോ. So generally what people did was they put this myrrh or as in a small bottle and they put it on the necklace. ആളുകൾ പണ്ട് ചെയ്തിരുന്ന പോലെ ഈ മൂറിൻ കെട്ടിനെ ഒരു ചെറിയ ബോട്ടിലിൽ ഇട്ടിട്ട് അവരുടെ കഴുത്തിന് ചുറ്റി അതിനൊരു ആഭരണമായി ഒരു മാലയായി അതിനെ കൊണ്ടു നടക്കുമായിരുന്നു. That is why it is said, he shall lie all night between my breasts. അതുകൊണ്ടാണ് നമ്മുടെ വാഗ്ദത്ത സ്തനങ്ങളുടെ മധ്യേ മൂറിൻ കെട്ടുപോലെ അതിരിക്കുന്നു. Right now we are living in a dispensation which can be called the night. ഈ കാലഘട്ടങ്ങളിൽ അന്ധകാരത്തിന്റെ മണിക്കൂറുകളിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. It is a night of the Savior's absence. നമ്മുടെ പ്രാണപ്രിയന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്ത രാത്രികളിലേക്ക് ലോകം കടന്നു പോവുകയാണ്. It is a day of his rejection. അവനെ തള്ളിപ്പറഞ്ഞതിന്റെ ദിവസങ്ങളാണ് ഇതൊക്കെ. And when it is dark all around in this world, in sorrow for the child of God, we carry the found thoughts of him. And throughout the night, he is there as our companion. ഈ വേദനാജനകമായ കാലഘട്ടങ്ങളിൽ നാം കിടക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, നാം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ മൂറിൻ കെട്ടുപോലെ സൗരഭ്യം നൽകുന്ന മാധുര്യമുള്ള ആ പ്രാണപ്രിയ നമ്മോടുകൂടെ അവനുണ്ട്. And very often it is this suffering love of the Lord that often takes us through the time of trials that we ourselves endure. കഷ്ടം അനുഭവിച്ച് നമ്മെ സ്നേഹിച്ച ഈ കർത്താവിനെയാണ് നാം ധ്യാനിച്ച് നമ്മുടെ കഷ്ടതകളിലൂടെ നാം മുന്നോട്ട് പോകുന്നത്. He is a companion in our darkness. നമ്മുടെ അന്ധകാരങ്ങളിൽ നമുക്ക് കൂട്ടാളിയായി നമ്മുടെ കർത്താവുണ്ട്. And thirdly, we see he is a refreshment in our barrenness. വരൾച്ചയുടെ സമയത്ത് നമുക്ക് ഉന്മേഷം നൽകുന്ന ഒരു ചിത്രമാണ് അടുത്തതായി നാം കാണുന്നത്. As a cluster of camphor in the vineyards of En-Gedi. En-Gedi മുന്തിരിത്തോട്ടത്തിൽ മൈലാഞ്ചി പൂക്കൾ പോലെ നീയിരിക്കുന്നു. All around En-Gedi is barren desert. En-Gediക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ മുഴുവനും വരൾച്ചയാണ്. On one side there is a Dead Sea, and on the other is the wilderness of Judea. ഒരു En-Gediയുടെ ഒരു സൈഡിൽ ഡെഡ് സീ ചാവുകടലാണ്, അതിന്റെ മറ്റേ സൈഡിലാണ് യഹൂദയുടെ മരുഭൂമി. And somewhere in the edge of the wilderness and between the Dead Sea is an oasis called En-Gedi. ഇതിന്റെയും രണ്ടിന്റെയും മധ്യത്തിലാണ്
അവിടെ എൻഗതിയുടെ ഒയാസിസ് നമ്മളവിടെ കാണുന്നത്. You are in a desert and suddenly you are relieved and refreshed to come into En-Gedi. നമുക്കറിയാം ആ മരുഭൂമിയുടെ പ്രദേശത്ത് ജീവിക്കുമ്പോൾ ഈ മരുപ്പച്ചയുള്ള ഈ വെള്ളമുള്ള ഈ തണുപ്പേറിയ ഈ എൻഗതിയുടെ സ്ഥലത്ത് വന്ന് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത്. And if you keep going without stopping at En-Gedi, you are again back in the desert. എൻഗതിയിൽ നിർത്താതെ മുന്നോട്ട് യാത്ര തുടർന്നാൽ വീണ്ടും മരുഭൂമിയിലേക്ക് തന്നെ നാം തിരിയുന്നു. And what a refreshment it is to her when she says, "Oh my beloved, you are like a cluster of camphire in the vineyards of En-Gedi." ഇവിടെ നാം വായിക്കുന്നത് എന്റെ പ്രിയൻ എനിക്ക് എൻഗതി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കൾ പോലെ. All around me is barrenness. There is nothing to satisfy me. There is no greenery. There is no life anywhere. But oh, I find refreshment. I find greenery. I find water. I find it all in thee alone. പച്ചപ്പില്ലാത്ത വരൾച്ചയുള്ള ജീവനില്ലാത്ത മരുഭൂമിയുടെ മധ്യത്തിൽ എനിക്ക് ജീവൻ നൽകുന്ന, എനിക്ക് ആവേശം നൽകുന്ന, എനിക്ക് എന്നെ നടത്തുന്ന ഈ എൻഗേദി മുന്തിരിത്തോട്ടത്തെ പറ്റി താൻ ഇവിടെ പ്രസ്താവിക്കുകയാണ്. Isn't that so beautiful? ഇത് മനോഹരമായ ഒരു ചിത്രമല്ലേ? In this barren world, when there is nothing to satisfy the heart of a believer, you go to the Lord Jesus and you find an oasis in the desert. ഈ മരുഭൂമിയിൽ വിശ്വാസിയെ സംതൃപ്തിപ്പെടുത്തുവാൻ, ആശ്വസിപ്പിക്കുവാൻ യാതൊരു കാര്യങ്ങൾക്കും ഇടയാകാതിരിക്കുമ്പോൾ നമ്മുടെ പ്രാണപ്രിയന്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നത് എത്രയോ ധന്യമേറിയ അവസ്ഥയാണ്. 3 beautiful pictures. 3 മനോഹരമായ ചിത്രങ്ങൾ. The king sitting at the table. രാജാവ് തന്റെ മേശയിൽ തന്നെ ഇരിക്കുന്നു. The companion who is with us in darkness. നമ്മുടെ അന്ധകാരത്തിൽ നമ്മോട് കൂട്ടാളിയായി നിൽക്കുന്ന പ്രിയൻ. And the refreshment who is there in our barrenness. നമ്മുടെ വരൾച്ചയുടെ സമയത്ത് നമ്മളെ നടത്തുന്ന, നമുക്ക് ആവേശം നൽകുന്ന, നമുക്ക് ഉന്മേഷം നൽകുന്ന ഒരു പ്രിയൻ. This is our beloved. ഇതാണ് നമ്മുടെ പ്രാണപ്രിയൻ. This is the one to whom we pray. ഈ പ്രാണപ്രിയനോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. This is the one with whom we must have intimacy. ഈ പ്രാണപ്രിയനുമായിട്ടാണ് അകമഴിഞ്ഞ ബന്ധം, അഗാധമായ ബന്ധം നാം ആസ്വദിക്കേണ്ടത്. This is the person whom we must love with all our heart, soul, mind and strength. ഈ പ്രാണപ്രിയനെയാണ് നാം നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും ശക്തിയോടും മനസ്സോടും കൂടെ സ്നേഹിക്കേണ്ടത്. And this is our beloved before whom we bow down and acknowledge him as king and worship. ഈ പ്രാണപ്രിയന് മുമ്പാകെ നാം മുട്ടുകുത്തി നമ്മുടെ കർത്താവായി അംഗീകരിച്ച് അവനെ ആരാധിക്കേണ്ടത് ഈ എത്ര മനോഹരമായ പ്രാണപ്രിയനെടുത്താണ്. Let us take these beautiful pictures and apply it to our own lives. ഈ മനോഹരമായ ചിത്രങ്ങൾ എടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രായോഗികമാക്കുവാൻ ഇടയാകട്ടെ. And let us tell our beloved, you are like En-Gedi in the desert. പ്രാണപ്രിയനോട് പറയുവാൻ നമുക്ക് ഇടയാകട്ടെ, മരുഭൂമിയിൽ എൻഗതിയുടെ അവസ്ഥയാണ് നീ ഞങ്ങൾക്ക് നൽകി തരുന്നത്. You are like myrrh on my chest. സ്ഥലങ്ങളുടെ മധ്യേ ഇരിക്കുന്ന മൂറൻ കെട്ടുപോലെ നീ ആയിരിക്കുന്നു എന്ന് പ്രാണപ്രിയനോട് പറയുവാൻ ഇടയാകട്ടെ. And when I sit in fellowship with thee, my king, my spikenard will send forth its smell thereof. കൂട്ടായ്മയ്ക്കായി നീ എന്നെ നിന്റെ മേശയിൽ ഇരുത്തുമ്പോൾ ഇടമാംസ സുഗന്ധം പുറപ്പെടുവിച്ച് നിന്നെ എനിക്ക് ആരാധിക്കുവാൻ കഴിയും. I will worship you, my king and my beloved. എന്റെ പ്രാണപ്രിയനെ ആരാധിക്കുകയും എന്റെ പ്രാണപ്രിയനെ ബഹുമാനിക്കുകയും ചെയ്യും. May that be the desire of each and every one of us. അതായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും. May God bless these words to our hearts. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കും.